നീണ്ട 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തിഹാർ ജയിലിന് മുന്നിലെ കാഴ്ച ആശ്വാസം പകരുന്നതാണ്. രാജ്യം ഏറെ ചർച്ച ചെയ്ത 2020 വടക്കുകിഴക്കൻ ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഒരു പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിചാരണ കോടതിയുടെ മോചന ഉത്തരവുമായി ബുധനാഴ്ച ഗുൽഫിഷ ഫാത്തിമ തിഹാർ ജയിലിന് പുറത്തിറങ്ങി. 1 ലക്ഷം രൂപയുടെ ബോണ്ടും 2 പ്രാദേശിക ജാമ്യക്കാരെയുമാണ് ഗുൽഫിഷ ഹാജരാക്കിയത്. ഇവർക്കൊപ്പം മറ്റു 3 പ്രതികളെയും മോചിപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതോടെ അവരും പുറത്തിറങ്ങും. മുസ്ലിം സ്റ്റുഡൻറ് ഓഫ് ജാമിയ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഗുൽഫിഷ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളിൽ സജീവമായിരുന്നു. വിവിധ സംഘടനകളുമായുള്ള ഏകോപനം, മശാൽ ജാഥകൾ അഥവാ പന്തം കൊളുത്തിയുള്ള പ്രകടനം, ലഘുലേഖ വിതരണം എന്നിവ ആസൂത്രണം ചെയ്യുന്ന കോർ കമ്മിറ്റി മീറ്റിങ്ങുകളിൽ അവർ പങ്കെടുത്തിരുന്നു എന്നാണ് പോലീസ് ആരോപിക്കുന്നത്. ഡൽഹിയിൽ ജനിച്ച് ഡൽഹി സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കിയ ഗുൽഫിഷ ഒരു MBA ബിരുദധാരിയാണ്. തൻ്റെ ആക്ടിവിസത്തിന് മുമ്പ് ഒരു റേഡിയോ ജോക്കിയായും അവർ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ 4 വർഷത്തെ ജയിൽവാസം ഗുൽഫിഷയുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചുവെന്ന് കുടുംബം പറയുന്നു. അവരുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു. തടവറയിൽ ശരിയായ രീതിയിൽ നോമ്പ് അനുഷ്ഠിക്കാൻ പോലും ഗുൽഫിഷയ്ക്ക് കഴിഞ്ഞിരുന്നില്ലെന്ന് അവരുടെ ഉമ്മ വേദനയോടെ ഓർക്കുന്നു. 2020 ഫെബ്രുവരിയിൽ പൗരത്വ നിയമത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് വർഷങ്ങളോളം നീണ്ട തടവ് ജീവിതം ആരംഭിച്ചത്. ഗുൽഫിഷ ഫാത്തിമയ്ക്കും മറ്റ് 5 പേർക്കും ജാമ്യം ലഭിച്ചത് വലിയ ആശ്വാസമാണെങ്കിലും ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം തുടങ്ങിയവരുടെ കാര്യത്തിൽ കോടതിയുടെ നിലപാട് ഇപ്പോഴും കടുപ്പമേറിയതാണ്. 2020 സെപ്റ്റംബറിൽ അറസ്റ്റിലായ ഉമർ ഖാലിദും ജനുവരിയിൽ അറസ്റ്റിലായ ഷർജീൽ ഇമാമും 5 വർഷത്തിലധികം നീണ്ട ജയിൽവാസത്തിന് ശേഷവും പുറം ലോകം കാണാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. കലാപത്തിൻ്റെ മുഖ്യ ആസൂത്രകർ ഇവരാണെന്ന പോലീസിൻ്റെ വാദത്തെ ശരിവെക്കുന്ന തരത്തിലാണ് കോടതിയുടെ ഏറ്റവും പുതിയ ജാമ്യ നിഷേധം.